മാവൊന്നും പൊളിക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വട്ടിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഈസി ആയിട്ടോ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അരി കുതിർക്കൊന്നും വേണ്ട, നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ, ഫ്രഷായിട്ട് ചിരവിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്കായുടെ സീഡ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/4 ടീസ്പൂണ്. ഫ്രഷ് ഈസ്റ്റ് തന്നെ എടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണിൽ കൂടി പോവരുത്, 1/4 ടീസ്പൂൺ തന്നെ ഇതിലേക്ക് ധാരാളമാണ്. പിന്നെ അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചൂട് ആവരുത്, ഇളം ചൂട്, കയ്യിൽ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂടേ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനിടയിൽ ഞാൻ ഒരു 1/4 കപ്പ് ചോറ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ സ്കിപ്പായിട്ടുണ്ടായിരുന്നു. ആ 1/4 കപ്പ് ചോറും കൂടെ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ രീതിയിലാണ് നമ്മുടെ മാവിൻ്റെ തിക്നെസ് വേണ്ടത്. അപ്പോൾ മാവിൽ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ പൊടിക്കനുസരിച്ച്, അതാണ് മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാത്തത്. ഇപ്പോൾ വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് വെള്ളം കൂട്ടേണ്ടി വരും. അപ്പോൾ വറുത്തത് വെച്ചിട്ടും വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും ഞാൻ വെക്കുന്നില്ല. കുറച്ച് ചുടുവെള്ളം എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇതങ്ങ് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ മാവ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളിപ്പ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറൊക്കെ വെക്കാം. ഞാൻ അങ്ങനെ വെക്കുന്നില്ല. ഇനി നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആവിക്കാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഈ ഒരു മോൾഡ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ മോൾഡായിട്ട് എടുത്തിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിന് ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 20 മിനിറ്റാണ് കേട്ടോ എനിക്ക് എടുത്തിട്ടുള്ള ടൈം. ഓരോ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻസ് വരാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം വേണം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരി കുതിർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാതിരിക്കൊന്നും വേണ്ട കേട്ടോ. അരി കുതിർക്കാതെയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അരിപ്പൊടി വെച്ചിട്ട്. വറുത്തതായാലും വറുക്കാത്തതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് ഡിഫറൻസ് വരികയുള്ളൂ. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വട്ടയപ്പം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, അരിപ്പൊടി വെച്ചിട്ടൊന്നും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.